നമസ്കാരം. അതിസാഹസികമായി വിമാനത്തിന്റെ പിൻചക്രക്കൂടിൽ രഹസ്യമായി കയറി യാത്ര ചെയ്ത അഫ്ഗാൻ ബാലൻ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. ഡൽഹിയിലെത്തിയ കുട്ടിയെ അഫ്ഗാനിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട്. കാബൂളിൽ നിന്നുള്ള അഫ്ഗാനിസ്ഥാന്റെ KAM എയർ വിമാനത്തിൽ 13 വയസ്സുകാരനാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുക അതിസാഹസികമായ ഒരു കാര്യമാണ്. കുട്ടിയുടെ വിവരങ്ങൾ ഇതുവരെയായിട്ട് പുറത്തേക്ക് വിട്ടിട്ടില്ല. കാബൂളിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന യാത്രാ വിമാനത്തിന്റെ ചക്ര അറയിൽ ഒളിച്ചിരുന്ന് യാത്ര ചെയ്ത് 13 വയസ്സുകാരനായ അഫ്ഗാൻ ബാലനെ ഞായറാഴ്ച വൈകുന്നേരം അതേ വിമാനത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. ഇറാനിലേക്ക് പോകാനുള്ള വിമാനമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് കുട്ടി അപകടകരമായ ഈ യാത്ര ചെയ്തത് എന്നാണ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഹാമിദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് KAM എയറിന്റെ RQ4401 നമ്പർ എയർബസ് A340 വിമാനത്തിലാണ് ബാലൻ ഒളിച്ചു കടന്നത്. സുരക്ഷാ പരിശോധനകൾ മറികടന്ന് മറ്റ് യാത്രക്കാർക്കൊപ്പം വിമാനത്തിൽ കയറാൻ ശ്രമിച്ച കുട്ടി പിന്നീട് പിൻചക്ര അറയിൽ ഒളിച്ചു കടക്കുകയായിരുന്നു. 94 മിനിറ്റ് നീണ്ട യാത്രക്കൊടുവിൽ വിമാനം രാവിലെ 10:20 ദില്ലിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡിംഗ് നടത്തി. വിമാനം നിലത്തിറങ്ങിയതിന് ശേഷം ടെർമിനൽ 3 എയർപോർട്ട് ജീവനക്കാരാണ് നിയന്ത്രിത പ്രദേശത്ത് കറങ്ങി നടന്ന കുട്ടിയെ ആദ്യം കണ്ടത്. തുടർന്ന് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ബാലനെ കസ്റ്റഡിയിലെടുക്കുകയും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരും ലോക്കൽ പോലീസും ചേർന്നുള്ള ചോദ്യം ചെയ്യലിന് വിധേയനാക്കുകയും ചെയ്തു. വിസ ഇല്ലാതെ രാജ്യത്ത് പ്രവേശിച്ച പ്രായപൂർത്തിയാകാത്ത കുട്ടിയായതിനാൽ നിയമ നടപടികൾ ഇല്ലാതെ ഉന്നതതല ചർച്ചയ്ക്ക് ശേഷം സുരക്ഷിതമായി കുടുംബത്തിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം 3:31 അതേ KAM എയർ വിമാനത്തിൽ കുട്ടിയെ കാബൂളിലേക്ക് തിരിച്ചയച്ചതായി വിമാനത്താവള സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇത്തരം യാത്രകളിൽ അതിജീവനം അത്ഭുതകരമാണ് എന്നാണ് വ്യോമസേന ഉദ്യോഗസ്ഥർ പറയുന്നത്. സാധാരണയായി സമ്മർദ്ദമില്ലാത്തതും ചൂടില്ലാത്തതുമായ ചക്ര അറയിൽ 30,000 അടി ഉയരത്തിൽ ഓക്സിജൻ നില കുറയുകയും താപനില അതിശക്തമായി താഴുകയും ചെയ്യും. ലാൻഡിംഗ് ഗിയർ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ അടഞ്ഞ ഭാഗമായിരുന്നുവെങ്കിൽ ബാലന് സംരക്ഷണം ലഭിച്ചിട്ടുണ്ടാകാമെന്നാണ് വ്യോമയാന സുരക്ഷാ വിശകലന വിദഗ്ധർ പറയുന്നത്. ഈ സംഭവം വിമാനത്താവള സുരക്ഷാ സംവിധാനത്തിലെ പാളിച്ചകൾ വെളിപ്പെടുത്തുകയും വിമാനയാത്രയുടെ അപകട സാധ്യത എത്രത്തോളമാണ് എന്ന് അടിവരയിട്ട് പറയുകയുമാണ് ചെയ്യുന്നത്. 94 മിനിറ്റ് യാത്ര പൂർത്തിയാക്കിയത് അത്ഭുതമായിരുന്നു. ഇത്തരത്തിൽ യാത്ര ചെയ്ത് സുരക്ഷിതരായെത്തിയ സംഭവങ്ങൾ വളരെ വിരളമാണ്. വിമാനത്തിൽ കയറിയ ബാലൻ ബോർഡിംഗ് സമയത്ത് വിമാനത്തിന്റെ പിൻചക്ര ഭാഗത്ത് ഒളിക്കുകയായിരുന്നു. ടേക്ക് ഓഫിന് ശേഷം വീൽ ബേയുടെ വാതിൽ തുറന്നിട്ടുണ്ടാകുമെന്നും ചക്രം പിൻവാങ്ങുകയും കതക് അടയുകയും ചെയ്തപ്പോൾ കുട്ടി ഇടയിലെ എൻക്ലോസ്ഡ് ഭാഗത്ത് കടന്നിരുന്നു. ഒരു രസത്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് കുട്ടി പറഞ്ഞിട്ടുള്ളത്. ഇതിലെ വസ്തുക്കൾ പരിശോധിച്ചു വരികയാണ്. അതിനുശേഷമാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് കുട്ടിയെ തിരിച്ചയച്ചത്. യാത്രക്കാരുടെ ക്യാബിന് സമാനമായ താപനില ഉള്ളയിടത്താണ് കുട്ടി ഇരുന്നത്. കുട്ടിയെ തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് തിരിച്ചയച്ചത്. ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രണ്ടാമത്തെ രഹസ്യ വിമാന യാത്രയാണിത്. 1996 ഒക്ടോബർ 14 പ്രദീപ് സേനി, വിജയ് സേനി എന്നീ സഹോദരങ്ങൾ ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് ഈ രീതിയിൽ യാത്ര ചെയ്തിരുന്നു. ലണ്ടനിൽ എത്തിയപ്പോൾ വിജയ് സേനി മരിച്ചിരുന്നു. എന്നാൽ പ്രദീപ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അഫ്ഗാനിൽ നിന്ന് വിമാനത്തിൽ ലണ്ടനിലേക്ക് പോകാൻ കൊതിച്ചവർ ആകാശത്ത് നിന്നും വീണ് മരിച്ചതും കുറച്ചുകാലം മുമ്പ് ചർച്ചയായിരുന്നു. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.